ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ വർണ്ണശലഭങ്ങളായ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. സാംസ്കാരിക കേരളത്തിൻ്റെ സർഗവസന്തം പെയ്തിറങ്ങുന്ന SSF സാഹിത്യോത്സവം 2025 ഈ വർണ്ണാഭമായ ഈ വേദിയിൽ ഞാൻ ഒരു കൊച്ചു കഥ പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ കഥയുടെ പേരാണ് ആട്ടിടേൻ്റെ പ്രയാണം. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ. എല്ലാ പ്രവാചകന്മാരും ചരിത്രത്തിൽ ആട്ടിടന്മാരായിട്ടുണ്ട്. നമ്മുടെ മുത്തു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആടുകളെ മേച്ചിട്ടുണ്ട്. ഇതാ ഒരു മനോഹരമായ ആട്ടിടേൻ്റെ കഥയിലേക്ക് എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ. ഒരിക്കൽ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉറ്റ ചങ്ങാതി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മക്കയിലെ വലിയൊരു മലഞ്ചെരിവിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ അല്പം അകലെ ഒരു വലിയ ആട്ടിൻകൂട്ടവും അതിനെ മേച്ചു നടക്കുന്ന ആട്ടിടനെയും കണ്ടു. പാറക്കൂട്ടങ്ങളിലിടയിലൂടെ സഞ്ചരിച്ച് ഇരുവർക്കും നന്നായി ദാഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടിടന്റെ അടുത്തെത്തിയപ്പോൾ ഇരുവരും ചോദിച്ചു, ആടുകളിൽ നിന്ന് അല്പം പാൽ നൽകാമോ? വല്ലാതെ ദാഹിക്കുന്നു. അപ്പോൾ ആട്ടിടൻ പറഞ്ഞു, ഞാൻ വിശ്വസ്തനായ ഒരു ആട്ടിടനാണ്. എൻ്റെ യജമാനൻ്റെ അനുവാദമില്ലാതെ എനിക്ക് പാൽ തരാൻ ആവില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇതിൽ കറവ് പറ്റിയതോ അതോ പ്രസവിക്കാത്തതോ ആയ ആടുകളുണ്ടോ? അപ്പോൾ ആട്ടിടൻ പറഞ്ഞു, അതെ ഉണ്ട്. എന്നിട്ട് കറവ് പറ്റിയതിൽ നിന്ന് ഒന്ന് രണ്ടെണ്ണം എടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് ഒരെണ്ണത്തെ പിടിച്ച് സ്നേഹപൂർവ്വം അതിൻ്റെ അകിട് തടവുകയും ദുആ ചെയ്യുകയും ചെയ്തു. ഇതെല്ലാം അതീവ ശ്രദ്ധയോടെ കാണുകയായിരുന്നു ആട്ടിടൻ. അത്ഭുതം, അത്യത്ഭുതം! കറവ് പറ്റിയ ആടിൻ്റെ അകിട് പാൽ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന പാത്രത്തിൽ ആ പാൽ കറന്നെടുത്തു. എന്നിട്ട് ഇരുവരും മതിയാവോളം കുടിച്ചു. ബാക്കിയുള്ളത് ആട്ടിടന് നൽകുകയും ചെയ്തു. അപ്പോൾ ആട്ടിടന് മുത്തുനബിയോടുള്ള അതിരുകളില്ലാത്ത സ്നേഹം, അത് തീരത്തെ ചുംബിക്കുന്ന തിരമാലകളെ പോലെ ആട്ടിടന്റെ മനസ്സിലേക്ക് വാരി പുണർന്നപ്പോൾ ഏറെ ആശ്ചര്യത്തോടെ ആട്ടിടൻ ആ പാൽ വാങ്ങി കുടിച്ചു. മുത്തുനബി ഉരുവിട്ട ദിവ്യവചനങ്ങളും അതിനുശേഷമുണ്ടായ അത്യത്ഭുതവും ആട്ടിടന്റെ മനസ്സിലേക്ക് വല്ലാതെ സ്വാധീനിച്ചു. അപ്പോൾ ആട്ടിടൻ നബിയോട് ചോദിച്ചു, എനിക്കും പഠിപ്പിച്ചു തരാമോ ഈ മനോഹര വചനങ്ങൾ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹപൂർവ്വം ആട്ടിടന്റെ തല തടവുകയും ദുആ ചെയ്യുകയും ചെയ്തു. അധികം വൈകാതെ തന്നെ ആട്ടിടൻ ഇസ്ലാം മതം സ്വീകരിച്ചു. ഈ വലിയ ആട്ടിൻകൂട്ടത്തെ മേച്ചു നടന്ന ആട്ടിടൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അതെ, പിൻകാലത്ത് സ്വഹാബികളുടെ കൂട്ടത്തിൽ പ്രമുഖ പണ്ഡിതനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെരുപ്പുവാഹകനും രഹസ്യ സൂക്ഷിപ്പുകാരനുമായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവാണ്. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? അതെ, നബിയുടെ മോചിതത്തെ നേരിട്ട് കണ്ട് സ്വഹാബിയായി മാറിയ ആട്ടിടന്റെ പ്രയാണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. എന്നാൽ എൻ്റെ കൊച്ചു കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.